ഹലോ. അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ 32 വീക്കിലൊരു ചെക്കപ്പ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ഏതാണ് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്നത്. നമ്മൾ ഓട്ടോയ്ക്കാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് മേളിലെ റോട്ടിലേക്കുള്ളൊരു എളുപ്പവഴിയാണ് കേട്ടോ. അപ്പോൾ ഈ തൊണ്ട് വഴി കയറിയിട്ടാണ് നമ്മൾ മേളിലെ റോട്ടിലേക്ക് വരുന്നത്. വീട്ടിലോട്ട് വണ്ടി കയറി വരും, പക്ഷെ നമ്മൾ എളുപ്പത്തിന് ഇങ്ങനെ ഈ തൊണ്ട് വഴി കയറി മേളിൽ റോട്ടിൽ കയറി നിന്നിട്ടാണ് കേട്ടോ ഓട്ടോയ്ക്ക് പോകുന്നത്. അപ്പോൾ ഓട്ടോ ചേട്ടൻ വന്നിട്ടുണ്ട്. പതുക്കെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്ന ഓട്ടോയിലാണെങ്കിലും അങ്ങനെ കുലുക്കമൊന്നും ഇല്ലാതെ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഹോസ്പിറ്റൽ ഇവിടെ കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഹോസ്പിറ്റലിൽ വന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നമുക്ക് ചീട്ടെടുക്കണം. ഇവിടെ മെയിനായിട്ടും ബുധനാഴ്ച ദിവസങ്ങളിലാണ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് വരേണ്ട ദിവസം. അപ്പോൾ നമ്മളിതാ ചീട്ടെടുക്കുന്നിടത്ത് വന്നു. പൊതുവേ അന്ന് തിരക്ക് കുറവുള്ളൊരു ദിവസമായിരുന്നു. സാധാരണ നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ ഈ ചൊവ്വാഴ്ച ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ ചീട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്മാർട്ട് കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കാർഡായിട്ട് കിട്ടും കേട്ടോ. ആ കാർഡും നമ്മുടെ അമ്മയും കുഞ്ഞും കാർഡും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചീട്ടാക്കി കിട്ടും. അമ്മയും കുഞ്ഞും കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചീട്ടിന് പൈസയൊന്നും ആവത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചീട്ടൊക്കെ എടുത്തു. ടോക്കൺ നമ്പർ 20 കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് വെയിറ്റും അതുപോലെ തന്നെ നമ്മുടെ BP ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ BP യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചെക്കപ്പും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടോക്കൺ നമ്പർ അനുസരിച്ച് വിളിക്കും, അതനുസരിച്ചാണ് കേട്ടോ നമ്മൾ കയറി പോകേണ്ടത്. അപ്പോൾ ഞാനങ്ങനെ ഡോക്ടറെ കണ്ടു കേട്ടോ. ഡോക്ടറെ കണ്ടു, വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അതിനുശേഷം ഈ PP യൂണിറ്റിൽ നമ്മൾ പിന്നെ വന്നിട്ട് മെഡിസിൻ, നമുക്ക് കാൽഷ്യം വേണം ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒന്നുകൂടെ വന്നു കേട്ടോ. വേറെ ഫാർമസിയിലൊന്നും പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ മെഡിസിൻ കിട്ടും. പിന്നെ അതിനുശേഷം അമ്മയ്ക്കും കൂടെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഡോക്ടറെ കണ്ടതിന് ശേഷം ഇവിടെ ഫാർമസിയിൽ മരുന്ന് മേടിക്കാൻ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളിവിടെ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ കയറുന്ന ഒരു കടയുണ്ട്. അവിടുത്തെ ഒരു ചായയും വടയൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു വ്ളോഗാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.